നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നിലവിൽ 18 ഗഡുക്കൾ വഴി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമുക്ക് 36,000 രൂപയോളമാണ് സൗജന്യമായിട്ട് നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു പ്രഖ്യാപനം കൂടി, ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഈ സമയത്ത് ഇപ്പോൾ പുറത്തു വരികയാണ്. എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക. PM കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതി വഴി 19ാമത്തെ ഗഡുവിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 19ാമത്തെ ഗഡു 2000 രൂപയുടെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി മാസമാണ് വിതരണമുള്ളത്. നമുക്കെല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം 2000 രൂപ വീതം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ലഭ്യമാകുന്നതാണ്. അതായത് ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുക. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴി ഈ ധനസഹായം ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇനി അതുമാത്രമല്ല, PM കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് മറ്റ് ചില സന്തോഷ വാർത്ത കൂടി ഈ സമയത്ത് ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ചില സൂചനകൾ, അറിയിപ്പുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക അത് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിലായിരുന്നു ചില വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത പങ്കുവച്ചതാണ്. ഈ വർഷവും ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം അറിയിച്ചിരുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഈ പ്രാവശ്യവും തുക വർധനവ് ഈ ഒരു ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഫെബ്രുവരി 1-ാം തീയതിയാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന വിവിധ പദ്ധതികൾ, ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നതായിട്ടുള്ള നിർണായകമായിട്ടുള്ള യൂണിയൻ ബജറ്റ് വരുന്നത്. അപ്പോൾ ഈ ബജറ്റിൽ വെച്ചായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ നടത്തിയേക്കുക. കിസാൻ സമ്മാൻ നിധിയിൽ പുതുതായിട്ട് ഭൂമി വാങ്ങിയ ഒരുപാട് കർഷകരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത കർഷകരെ, അവരെ കൂടി ഈ പദ്ധതിയിലേക്ക് ചേർക്കുമോ എന്നുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർക്ക് 8,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ഒരു സ്കെയിലിലേക്ക് ഈ ഒരു PM കിസാൻ പദ്ധതിയുടെ തുക ഉയർത്തിയേക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ കേന്ദ്ര സർക്കാർ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു സഹായമായിട്ട് തന്നെ കർഷകർക്ക് അത് മാറുകയും ചെയ്യുന്നതാണ്. ഇനി അതുമാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് വിതരണം ചെയ്ത PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി 20,000-ഓളം കോടി രൂപയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് തുക കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രത്തിന് വലിയൊരു ബാധ്യതയും ഉണ്ടാക്കുന്നതായിരിക്കും. ഈ സാഹചര്യത്തിൽ 10,000 രൂപയിലേക്ക് ഒരു വർധനവുണ്ടാകുമോ എന്ന കാര്യങ്ങളിൽ സംശയമാണ്. എന്നാൽ പോലും ഒരുപക്ഷെ 8,000 രൂപ വരെ, അതായത് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി അധികമായിട്ട് നമുക്ക് ഒരു വർഷം ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ വന്നേക്കുക. നിലവിൽ നമുക്ക് ഒരു വർഷം 3 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ലഭിക്കുന്നത്. അങ്ങനെ 2,000 രൂപയുടെ 3 ഇൻസ്റ്റാൾമെൻറ്റുകൾ അല്ലെങ്കിൽ 3 ഗഡുക്കൾ നമുക്ക് ലഭിക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 6,000 രൂപയാണ് ലഭിക്കുന്നത്. ഇനി അതിനൊപ്പം തന്നെ ഒരു ഗഡു കൂടി ചേർക്കുകയാണെങ്കിൽ 8,000 രൂപ, അത്തരത്തിലായിരിക്കും ഒരു വർധനവ് ഒരുപക്ഷെ വന്നേക്കുക. ഇനി അതോടൊപ്പം തന്നെ 2018-19 വരെ കൃഷിഭൂമിയുള്ള കർഷകർക്കാണ് നിലവിൽ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഭൂമി വാങ്ങിയവർക്കും ഈ PM കിസാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത കേന്ദ്ര സർക്കാർ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ സഹായമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. ഇനി PM കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ജനക്ഷേമ പദ്ധതി ആനുകൂല്യമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി എന്ന് പറയുന്നത്. 3 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇതിലൂടെ വായ്പയായിട്ട് ലഭിക്കുന്നത്. 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് നമ്മൾ ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സ്കീമിലേക്ക് കൂടി അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണം, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വിള, ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും ഓരോ ബാങ്കുകളും നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പ പരിധി നിശ്ചയിക്കുന്നത്. അതുമാത്രമല്ല, ഈ വായ്പ പദ്ധതിയുടെ പ്രധാന സവിശേഷത ഇതിലൊരു കിസാൻ ക്രെഡിറ്റ് കാർഡ് കൂടി, അതായത് ഒരു ATM കാർഡ് മാതൃകയിലുള്ള ക്രെഡിറ്റ് കാർഡ് കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വായ്പാ തുക അത് നമുക്ക് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ തുക ഭാഗികമായിട്ട് പിൻവലിക്കുകയാണെങ്കിൽ പിൻവലിച്ച തുകയ്ക്ക് മാത്രം പലിശ അടച്ചാൽ മതിയാകും. ഇനി അത് മാത്രമല്ല, നമ്മൾ എടുക്കുന്ന തുക അത് നിശ്ചിത ഉപയോഗത്തിന് ശേഷം തിരിച്ച് അതേ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനും അങ്ങനെ പലിശ കുറച്ചെടുക്കുന്നതിനുമുള്ള അവസരവും നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് 4% മാത്രമാണ് വാർഷിക പലിശ നിരക്ക് വരിക. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർ ഈ ഒരു ആനുകൂല്യം കൂടി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. നാഷണലൈസ്ഡ് ബാങ്കിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ ബാങ്കുകൾ എല്ലാം തന്നെ ഈ ഒരു KCC ലോൺ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ തന്നെ ചില ബാങ്കുകൾ KCC ഗോൾഡ് ലോണായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചറിയുക. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷിഭവൻ മുഖേന നമുക്ക് ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതിയല്ല ഇത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ
വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇപ്പോൾ PM കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.